നമസ്കാരം. നാലാഞ്ചിറയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഭാര്യയെ കഴിഞ്ഞ ദിവസം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഒളിവിൽ പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 19 വർഷം മുൻപ് വിവാഹിതരായ ഹസീനയ്ക്കും സുരേഷിനും 4 മക്കളാണുള്ളത്. ഹസീനയെ കൊലപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് സുരേഷ് മകളെ വിളിച്ച് തന്നെ ഇനി നോക്കേണ്ടെന്നും ഇളയ കുട്ടികളെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കോൾ ചെയ്തത്. അതിനുശേഷം ഒരറിവും ഇല്ലായിരുന്നു. 19 വർഷം മുമ്പ് വിവാഹിതരായ ഹസീനയ്ക്കും സുരേഷിനും 4 മക്കളാണുള്ളത്. വട്ടിയൂർക്കാവ് മേലത്തുമേലെ സ്വദേശിയായ സുരേഷും മണക്കാട് സ്വദേശിനിയായ ഹസീനയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. വിവാഹത്തിന് ശേഷം വീട്ടിൽ കലഹം പതിവായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഹസീന സുഹൃത്തുമായി പുറത്തു പോയിരുന്നു. 3 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. ഇതിനെ ചൊല്ലി ഹസീനയും സുരേഷും തമ്മിൽ വഴക്കിട്ടിരുന്നു. ഈ ഒരു വഴക്കാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഹസീനയെ കൊലപ്പെടുത്തി ഒടുവിൽ സുരേഷ് ഒളിവിൽ പോവുകയായിരുന്നു. ശേഷം മൂത്ത പെൺകുട്ടിയെ വിളിച്ച് താൻ പോവുകയാണെന്നും ഇനി തന്നെ നോക്കേണ്ടെന്നും ഇളയ കുട്ടികളെ നോക്കണമെന്നും പറഞ്ഞ് ഫോൺ വിളിച്ചു. അതിനുശേഷം ഇന്നിപ്പോൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇവർ മാസങ്ങൾക്ക് മുമ്പാണ് നാലാഞ്ചിറ ഉദയന്നൂരിലെത്തിയതെന്ന് സമീപവാസികൾ പറയുന്നു. സുരേഷിന് ഇലക്ട്രിക്കൽ ജോലികളായിരുന്നു. കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് അമൃത. 2 ദിവസമായി കുട്ടികൾ സ്കൂളിലെത്താത്തതിനെ തുടർന്ന് ഹസീനയെ അധ്യാപിക ബന്ധപ്പെട്ടിരുന്നു. പനിയാണെന്നും ഭേദമായതിനു ശേഷം വരുമെന്നും ഹസീന അധ്യാപികയ്ക്ക് ശബ്ദ സന്ദേശവും അയച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു. ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകി ആശ്വസിപ്പിച്ചതും അധ്യാപകരായിരുന്നു. ബന്ധുക്കളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു അകന്ന ബന്ധുവാണ് സ്ഥലത്തെത്തി നടപടികൾക്ക് സഹായിച്ചത്. ഹസീനയുടെ സഹോദരൻ ഇടയ്ക്ക് വീട്ടിൽ വരുമെന്നല്ലാതെ മറ്റു വിവരങ്ങൾ അറിയില്ലെന്ന് നാട്ടുകാരും പറയുന്നു. കുടുംബ കലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭർത്താവ് ഒളിവിൽ തന്നെ കഴിയുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള വഴക്ക് പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു. ഇതോടെ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. ചൊവ്വാഴ്ച ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിഷയം പരിഹരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടിലേക്ക് എത്തി 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് കൊലപാതകം നടന്നത്. പിതാവുമായി പിണങ്ങി വീട്ടിൽ നിന്ന് പോയ അമ്മ തിരികെ എത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. അങ്ങനെ അവരും സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ദാരുണ കൊലപാതകം അരങ്ങേറിയത്. രാവിലെ മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ് കുട്ടികൾ കണ്ടത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അമ്മയെ അച്ഛൻ കൊന്ന വിവരം പോലീസിൽ വിളിച്ചറിയിച്ചത്. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ രാവിലെയാണ് കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുമ്പാണ് ഈ ഒരു വാടക വീട്ടിൽ താമസത്തിനെത്തിയത്. കുറച്ചുനാൾ മുമ്പ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തിയതെന്ന് പറയപ്പെടുന്നു. ഹസീന തിരിച്ചെത്തിയത് മുതൽ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ പതിവായിരുന്നു. ബുധനാഴ്ച രാവിലെയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറക്കുകയായിരുന്നു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു.